അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു ഹദീസിൽ ഇങ്ങനെ ഖബറിലെ ശിക്ഷ അതിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്ന 3 അമലുകൾ 3 ഇബാദത്തുകളെ കുറിച്ച് പഠിപ്പിക്കുന്ന ആ ഒരു ഹദീസാണ് ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ് യുഅ്തർ റജുലു ഫീ ഖബറിഹി, ഒരു വ്യക്തി അവന്റെ ഖബറിലേക്ക് അവന്റെ ശിക്ഷ കൊണ്ടുവരപ്പെടുന്നതാണ്. ഫഇദാ ഉതിയ ബിഹി മിൻ ഖിബലി റഅസിഹി, അവന്റെ തലഭാഗത്തു കൂടി അവന്റെ മുകളിലുള്ള ഭാഗത്തു കൂടി അവന്റെ ശിക്ഷ കൊണ്ടുവരപ്പെട്ട് കഴിഞ്ഞാൽ ദഫഅത്ഹു തിലാവത്തുൽ ഖുർആൻ, ആ ശിക്ഷയെ അവൻ പാരായണം ചെയ്തിട്ടുള്ള ഖുർആൻ പാരായണം അത് ആ ശിക്ഷയെ തടയുന്നതായിരിക്കും. വഇദാ ഉതിയ ബിഹി മിൻ ഖിബലി യദൈഹി, അവന്റെ കൈകളുള്ള ആ മധ്യഭാഗത്തു കൂടി അവന്റെ ശിക്ഷ കൊണ്ടുവരപ്പെട്ട് കഴിഞ്ഞാൽ ദഫഅത്ഹു സദഖ അതിനെ തടയുന്നതായിരിക്കും, ആ ശിക്ഷയെ തടയുന്നതായിരിക്കും. വഇദാ ഉതിയ ബിഹി മിൻ ഖിബലി റിജ്ലൈഹി, ഒരുവന്റെ കാൽഭാഗത്തു കൂടി അവന്റെ ശിക്ഷ കൊണ്ടുവരപ്പെട്ട് കഴിഞ്ഞാൽ ദഫഅഹു മശ്യുഹു ഇലൽ മസാജിദ്, അവൻ പള്ളികളിലേക്ക് നടന്നിട്ടുള്ള ആ നടത്തം അത് അവനെ തടയുന്നതായിരിക്കും, അതല്ലെങ്കിൽ ആ ശിക്ഷയെ തടയുന്നതായിരിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഫഇദാ ഉതിയ ബിഹി മിൻ ഖിബലി റഅസിഹി, തലഭാഗത്തു കൂടിയാണ് ശിക്ഷ കൊണ്ടുവരപ്പെടുന്നത് എങ്കിൽ ദഫഅത്ഹു തിലാവത്തുൽ ഖുർആൻ, അതിനെ തടയുക അവൻ ചെയ്തിട്ടുള്ള ഖുർആൻ പാരായണമാണ് എന്ന് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചു വരുമ്പോൾ അവർ പറയുന്ന കാര്യമാണ് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിന് ഈ ഒരു ശ്രേഷ്ഠത മാത്രം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് മാത്രം മതിയായിരുന്നു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇബാദത്തിൽ, ഖുർആൻ പാരായണം എന്ന ഇബാദത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുകയും അത് ജീവിതത്തിലേക്ക് ഏറ്റവും നല്ല രൂപത്തിൽ കൊണ്ടുവരാനും ഈ ഒരു പ്രാധാന്യം മാത്രം മതിയായിരുന്നു എന്നവിടുന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു ഇബാദത്തിനെ കുറിച്ച് ഈ ഒരു അമലിനെ കുറിച്ച് ഒരിക്കലും നിസാരമാണെന്ന് കാണേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ധാരാളം ശ്രേഷ്ഠതകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിന്റെ മഹത്വം നമ്മളെ ധാരാളം സ്ഥലങ്ങളിലായി പഠിപ്പിക്കുന്നുണ്ട്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥമാണ്, റസൂലെ താങ്കളിലേക്ക് അയക്കപ്പെട്ടതാണ്, മുബാറക്കായ ഒരു ഗ്രന്ഥമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അയക്കപ്പെട്ടത്? ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്, ഇതിന്റെ ആയാത്തുകൾ ഓരോരുത്തരും ചിന്തിക്കണം. വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ ഇതിൽ നിന്നും പാഠം ഉൾക്കൊള്ളണം എന്നുള്ള ലക്ഷ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഖുർആൻ പാരായണം ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി, ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുക, കാരണം നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഷഫീആയിക്കൊണ്ട്, ശുപാർശകനായിക്കൊണ്ട് ഈ ഖുർആൻ പാരായണം നിലകൊള്ളുന്നതായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ധാരാളം ഹദീസുകൾ, ഖുർആൻ പാരായണത്തിന്റെ ശ്രേഷ്ഠതയെ അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇദാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ് മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന, ആരാണോ അല്ലാഹുവിന്റെ കലാമിൽ നിന്നും ഖുർആനിൽ നിന്നും ഒരു ഹർഫ് പാരായണം ചെയ്യുന്നത് ഫലഹു ബിഹി ഹസന, അവൻ അതിലൂടെ ഒരു പ്രതിഫലം, ഒരു ഹസനത്ത് ലഭിക്കുന്നതായിരിക്കും. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ഓരോ പ്രതിഫലവും അത് 10 ഇരട്ടിയാകുന്നതായിരിക്കുമെന്ന്. ശേഷം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ലാ അഖൂൽ അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്നുള്ളത് ഒരു ഹർഫാണെന്നല്ല ഞാൻ പറയുന്നത്, നേരെ മറിച്ച് വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, അലിഫ് ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്, മീം മറ്റൊരു ഹർഫാണ്. അങ്ങനെ ഈ അലിഫ് ലാം മീം എന്നുള്ള ആ ഒരു ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നിന്നെ സംബന്ധിച്ചിടത്തോളം 30 പ്രതിഫലമാണ് അതിലൂടെ നിനക്ക് കരസ്ഥമാക്കാൻ സാധിക്കുക എന്ന് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ ശ്രേഷ്ഠത, ഇതിനെത്ര പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ന് നാം തിരിച്ചറിയണം. അതിനുവേണ്ടി അതല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് പ്രവർത്തനത്തിൽ കൊണ്ടുവരണം എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക, മനസ്സിലാക്കുക. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്ന ഇബാദത്ത് വൈദാ ഊതിയ മിൻ ഖിബലി യദൈഹി, അവന്റെ കൈകളുള്ള ഭാഗത്തുകൂടി, അവന്റെ മധ്യഭാഗത്തുകൂടി അവന്റെ ശിക്ഷ കൊണ്ടുവരപ്പെട്ട് കഴിഞ്ഞാൽ ദഫഅത്ഹു സദഖ, ആ ശിക്ഷയെ അവന്റെ സദഖകൾ തടയുന്നതായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അഥവാ ദാനധർമ്മങ്ങൾ നമ്മുടെ ശിക്ഷയെ തടയുന്നതായിരിക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുമ്പോഴും പറയുന്നു ഇതാ ഈ ഒരു ശ്രേഷ്ഠത മാത്രം, ഈ ഒരു പ്രാധാന്യം മാത്രം മതി സദഖ, അത് അതിന്റെ മഹത്വം ഒരു മുസ്ലിമിനെ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യാൻ ഈ ഒരു പ്രാധാന്യം മാത്രം മതിയായതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക,
അബ്ദുല്ലാഹി ഇബ്നു ശഖീൽ റളിയല്ലാഹു അൻഹു പറയുകയാണ് അതൈതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖറ അൽഹാകുമുത് തകാസുർ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഞാൻ ചെന്ന് കയറുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇതാ പാരായണം ചെയ്യുകയായിരുന്നു അൽഹാകുമുത് തകാസുർ എന്ന്. ശേഷം അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖാൽ യഖൂലു ഇബ്നു ആദം, ഇതാ ഒരു ആദമിന്റെ സന്തതി ഒരു മനുഷ്യൻ പറയും മാലി മാലി, എനിക്ക് ഇന്നതൊക്കെ ഉണ്ട്, എന്റെ സമ്പാദ്യം ഇന്നതൊക്കെയാണ് എന്നൊരു മുസ്ലിം ഒരു വ്യക്തി ഒരു മനുഷ്യൻ പറയുന്നതായിരിക്കും. ശേഷം റസൂൽ ചോദിക്കുകയാണ് വഹല്ലക യ ഇബ്നു ആദമ മിൻ മാലിക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത ഔ ലബിസ്ത ഫഅബ്ലൈത ഔ തസദ്ദഖത ഫഅംദൈത. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അല്ലയോ മനുഷ്യ, നിന്റെ സമ്പാദ്യത്തിൽ നിന്നും നീ ഭക്ഷിക്കുകയും ശേഷം കാഷ്ടിക്കുകയും ചെയ്തതല്ലാതെ മറ്റെന്താണ് ബാക്കിയായിട്ടുള്ളത്? നീ ധരിക്കുകയും നിരുമ്പിച്ചു പോവുകയും ചെയ്ത വസ്ത്രമല്ലാതെ എന്താണ് ബാക്കിയായിട്ടുള്ളത്? അതുപോലെ തന്നെ നീ സദഖ നൽകുകയും ചെലവഴിക്കുകയും അതിലൂടെ നിനക്ക് പരലോകത്ത് ഉപകരിക്കാൻ കഴിയുകയും ചെയ്തതല്ലാതെ മറ്റെന്താണ് നിനക്ക് ബാക്കിയായിട്ടുള്ളത് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിക്കുകയാണ്. സഹോദരങ്ങളെ, അന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചുവെങ്കിൽ ഇന്ന് നാം ഓരോരുത്തരും നമ്മുടെ നഫ്സിനോട് സ്വന്തത്തോട് ചോദിക്കുക, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നൊഴിച്ചു നിർത്തിയാൽ, മറ്റ് നിർബന്ധമായ ബാധ്യതകൾ ഒഴിച്ചു നിർത്തിയാൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് വേണ്ടി നാം ചെലവഴിച്ചിട്ടുള്ളത്, അല്ലാഹുവിന് വേണ്ടി നാം എന്താണ് ചെലവഴിച്ചിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ഓരോ ദിവസവും 2 മലക്കുകൾ വരുന്നതായിരിക്കും. ശേഷം ആ 2 മലക്കുകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നവർക്ക്, നിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് നീ ആവർത്തിച്ചു കൊടുക്കണമേ, നീ ഇരട്ടിയാക്കി കൊടുക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുമെന്നാണ്. ശേഷം അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വയഖൂലുൽ ആഖർ, രണ്ടാമത്തെ മലക്ക് പറയും, അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫ, ഇതാ പിശുക്ക് കാണിക്കുന്നവൻ, നിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാത്തവൻ, അവനെ സംബന്ധിച്ചിടത്തോളം നീ അവന് നാശം നൽകണമേ റബ്ബേ എന്ന മലക്ക് പ്രാർത്ഥിക്കും എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഇബാദത്തുകളെ കുറിച്ച് നാം നിസ്സാരമായി കണക്കാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഒരിക്കലും നിസ്സാരമായി കണക്കാക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചതുപോലെ വസ്സദഖതു തുത്ഫിഉ ഗദബർ റബ്ബ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സദഖ അത് അല്ലാഹുവിന്റെ കോപത്തെ കെടുത്തി കളയും, വതുദ്ഹിബുൽ ഖതായ പാപങ്ങളെ ഇല്ലാതാക്കി കളയും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. വസ്സദഖതു യസ്തദില്ലുൽ മുഅ്മിന യൗമൽ ഖിയാമഹ്, ഒരുവന്റെ സദഖ എന്നുള്ളത് ഇഖ്ലാസോട് കൂടിയുള്ള സദഖ, അത് അന്ത്യനാളിൽ പരലോകത്ത് ഒരാൾക്കും തണൽ ലഭിക്കാത്ത സമയത്ത് തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ആ സദഖ നൽകിയവൻ ഉൾപ്പെടുന്നതായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിനെക്കുറിച്ച് ഒരിക്കലും നിസാരമായി കാണാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായ ഇബാദത്തുകൾ ചെയ്യുക, തഖ്വയുള്ളവരാവുക. ഖബറിന്റെ ശിക്ഷയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി രക്ഷ ചോദിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മൂന്നാമതായി പഠിപ്പിക്കുകയാണ്, വഇദാ ഉതിയ ബിഹി മിൻ ഖിബലി റിജ്ലൈഹി, അവന്റെ കാലിന്റെ വശത്തുകൂടി കാൽഭാഗത്തുകൂടി ശിക്ഷ കൊണ്ടുവരപ്പെടുന്ന സാഹചര്യത്തിൽ അതിനെ തടയാനുണ്ടാവുക. ദഫഅഹു മശ്യുഹു ഇലൽ മസാജിദ്, ആ ശിക്ഷയെ തടയാനുണ്ടാവുക അവന്റെ നടത്തമായിരിക്കും, അവൻ പള്ളികളിലേക്ക് നടന്നിട്ടുള്ള നടത്തമായിരിക്കും ആ ശിക്ഷയെ തടയാനുണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നു. സഹോദര, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും പള്ളികളിലേക്ക് നടക്കുക എന്നുള്ളത് പലർക്കും ഒരു ബാധ്യതയായിട്ടാണ് തോന്നുന്നത്, അതല്ലെങ്കിൽ ബാധ്യതയായിട്ടാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെയല്ല സഹോദര, നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശ്രേഷ്ഠത, വലിയൊരു പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുള്ള നിസ്കാരങ്ങൾ അത് നിർവഹിക്കുന്നതിന് വേണ്ടി പള്ളികളിലേക്ക് നടക്കുമ്പോൾ നമ്മെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നാം ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമ്മെ പഠിപ്പിക്കുന്നു, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ്, ഇതാ പ്രഭാതത്തിലാകട്ടെ പ്രദോഷത്തിലാകട്ടെ ആരെങ്കിലും പള്ളികളിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലാഹു പറയുകയാണ്, അഅദ്ദല്ലാഹു ലഹു നുസുലൻ ഫിൽ ജന്ന, അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുല കുല്ലമാ ഗദാ ഔ റാഹ്, അവൻ ഓരോ തവണ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അവന് വിരുന്നൊരുക്കുന്നതായിരിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗ്ഗത്തിൽ അവൻ നമുക്ക് വിരുന്നൊരുക്കുന്നതായിരിക്കും എന്ന് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നു. എന്നിങ്ങനെ ധാരാളം ശ്രേഷ്ഠതകൾ ഇതാ ഇബ്നു മസ്ഊദ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ തതഹറ ഫീ ബൈതിഹി, ആരെങ്കിലും വീട്ടിൽ നിന്ന് വുളു എടുത്ത്
ശേഷം സുമ്മ മദാ ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ഒന്നിലേക്ക് പോവുകയും ലിയഖ്ദിയ ഫരീദത മിൻ ഫറായിദില്ലാഹ് നിർബന്ധമായ നിസ്കാരങ്ങളിൽ ഒന്ന് നിർവഹിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഭവനങ്ങളിൽ ഒന്നിലേക്ക് പോവുകയും ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് കാനത് ഖുത്വാതുഹു ഇഹ്ദാഹ തഹുത്തു ഖതീഅ അവന്റെ കാൽപാദങ്ങളിൽ ഒന്ന് അവന്റെ ഓരോ പാപങ്ങൾ ഇങ്ങനെ കുറച്ചു വരും. മറ്റൊരു കാൽപാദം അത് വെക്കുമ്പോഴെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ സ്ഥാനം അത് ഉയർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ധാരാളം ശ്രേഷ്ഠതകൾ, ധാരാളം സ്ഥാനം അവന് മുകളിലേക്ക് കയറാൻ സാധിക്കുന്നതായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് കഴിയുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് നിസ്കാരങ്ങളിലേക്ക് നടന്നു തന്നെ വരാൻ ശ്രമിക്കുക. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ബശ്ശിറുൽ മശാഈന ഫി ദുലമി ഇലൽ മസാജിദ് ബിന്നൂരി താമ്മി യൗമൽ ഖിയാമഹ്. ഇതാ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പള്ളികളിലേക്ക് കൂരാരിരുട്ടിൽ പള്ളികളിലേക്ക് നടന്നു വരുന്നവർ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ബിന്നൂരി താമ്മി യൗമൽ ഖിയാമഹ് പരലോകത്ത് സമ്പൂർണമായ പ്രകാശം അവർക്ക് ലഭിക്കുന്നതായിരിക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ധാരാളം ഹദീസുകൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, അഅ്ളമുൻ നാസി അജ്റൻ ഫി സ്വലാത്തി അബ്അദുഹും ഫഅബ്അദുഹും മംശാ. ഇതാ നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക അകലെ നിന്ന് വരുന്നവർക്കാണ്, അഥവാ ഫഅബ്അദുഹും മംശാ അകലെ നിന്ന് നടന്നു വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഇബാദത്തുകൾ അതിനെക്കുറിച്ച് നാം ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വളരെയേറെ ശ്രേഷ്ഠകരമായ ഇബാദത്തുകളാണിത്. മാത്രമല്ല, പണ്ഡിതന്മാർ പറയുന്നത് പോലെ ഈ 3 ഇബാദത്തുകൾക്കും ഈ ഒരു ശ്രേഷ്ഠത, ഈ ഒരു പ്രാധാന്യം മാത്രം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതിന്റെ വിഷയത്തിൽ ഒരു മുസ്ലിമും എന്ത് ചെയ്യുമായിരുന്നില്ല, അശ്രദ്ധ കാണിക്കുമായിരുന്നില്ല എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഇബാദത്തുകളെ കുറിച്ച് നാം ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഈ ഇബാദത്തുകൾ അതിന്റെ അവസ്ഥ എന്താണ് എന്ന് നാം മനസ്സിലാക്കുക, ചിന്തിക്കുക.